വലിയ അഴിമതി നടന്നിട്ടുണ്ട്. 2 ലക്ഷം റുപ്യ കെട്ടിവെച്ചെന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അതിലും കൂടുതൽ പൈസ ഇവരൊക്കെ കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെ സ്കൂൾ കുന്നും പുറത്താണ് നിൽക്കുന്നത്. 12,000 കുട്ടികൾ, പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഞങ്ങളെ സ്കൂളിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. കുട്ടികളുടെ ജീവന് പുല്ലുവില. സ്കൂളിന് സമീപത്തെ കുന്നിടിച്ച് മണ്ണെടുക്കലിന് അനുമതി നൽകിയതിനെതിരെ നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവുമധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇരുമ്പിളിയം GHSS. 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. സ്കൂളിനും പ്രദേശത്തെ വീടുകൾക്കും ഈ മണ്ണെടുപ്പ് ഭീഷണിയാണ്. ചൊവ്വാഴ്ച നാട്ടുകാരുടെയും സ്കൂൾ കുട്ടികളുടെയും നേതൃത്വത്തിൽ മണ്ണെടുപ്പ് തടഞ്ഞിരുന്നു. വലിയ അഴിമതി നടന്നിട്ടുണ്ട്. 2 ലക്ഷം റുപ്യ കെട്ടിവെച്ചെന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അതിലും കൂടുതൽ പൈസ ഇവരൊക്കെ കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് അനുവദിക്കാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കുട്ടികളുടെ പ്രശ്നം വലിയ അതാ. നിങ്ങൾക്ക് ഒച്ച കേൾക്കപ്പെടുന്ന നോക്കിയാൽ ഒച്ച കേൾക്ക കുട്ടികളെ അത്ര അടുത്താണ് ഇത് നിൽക്കുന്നത്. അത് നമുക്ക് വലിയ പ്രയാസം. ഒരു ഹൈസ്കൂൾ നിലകൊള്ളുന്ന മേഖലയിൽ ഈ സ്കൂളുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയുള്ള രൂപത്തിലാണ് ഈ മണ്ണെടുപ്പ് നടക്കുന്നത്. അപ്പൊ ഇതില് അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണം. ഇവരാദ്യം പറഞ്ഞിരുന്നത് ഇവിടെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് ആദ്യം സൗകര്യം ചെയ്തു കൊടുത്തത്. അത് ഇല്ലാതാണ്ടായി. ഇപ്പൊ ഇങ്ങനെ മണ്ണെടുക്കുന്നുണ്ട്. അതിന്റെ നിയമവശം മറ്റൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളിപ്പോ ഇത് കാണുകയാണ്. ഇപ്പൊ ഇത് വീണ്ടും ഇത് മണ്ണെടുക്കുന്നത് കാണുകയാണ്. അപ്പൊ നിയമവശമൊക്കെ പിന്നെ അതിന്റെ രൂപത്തിൽ ബാക്കി കാര്യങ്ങൾ വരുമ്പോ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇപ്പൊ ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. പഞ്ചായത്ത് വളരെ അനാസ്ഥയിൽ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ വിളിച്ചു ചേർത്തിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്കൂൾ കുന്നും പുറത്താണ് നിൽക്കുന്നത്. 12,000 കുട്ടികൾ, പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഞങ്ങളെ സ്കൂളിന് ബുദ്ധിമുട്ട് വരുന്ന വിധത്തിൽ മണ്ണെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ മക്കൾക്ക് സുരക്ഷിതം വേണം. ഞങ്ങള് പാവപ്പെട്ട കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. പൈസക്കാരെ കുട്ടികളൊന്നല്ല പഠിക്കുന്നത്. മഴ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മലപ്പാച്ചിൽ മൊത്തം വന്നാൽ ഞങ്ങളെ കുട്ടികളും മക്കളും സ്കൂളും മൊത്തം പോകും. രക്ഷിതാക്കൾക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മണ്ണെടുക്കലിന് ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ സമരം ചെയ്യുക. എത്ര വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ഇരിക്കും. നേരത്തെ സ്കൂളിന് സമീപത്തെ മറ്റൊരു കുന്നിടിച്ച് മണ്ണെടുപ്പ് ആരംഭിച്ചിരുന്നെങ്കിലും നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ സ്കൂളിന് സമീപത്തെ മറ്റൊരു കുന്നും ഇടിച്ച് മണ്ണെടുക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ മണ്ണെടുത്ത ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. അനധികൃത മണ്ണെടുപ്പിനെതിരെ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മണ്ണെടുപ്പ് സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം നടന്നു. തുടർന്ന് വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രവൃത്തി തടഞ്ഞു. വരും ദിവസങ്ങളിലും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക് 3 Max Live.